കേരള എൻജിഒയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള പെനാൽറ്റി ഷൂട്ടൌട്ട് ഈ ലോകകപ്പ് മത്സരത്തിന്റെ പ്രചരണാർത്ഥം കേരള എൻജിഒ സംഘടിപ്പിക്കുകയാണ്. 2026 ഫുട്ബോൾ വേൾഡ് കപ്പിന് വരവേൽക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. നാടൊന്നാകെ ഈ വലിയ ഫുട്ബോൾ ആഘോഷത്തിന് ചേർന്ന് നിൽക്കുമ്പോൾ പെരിന്തൽമണ്ണക്കാരും ഇതിന്റെ ഭാഗമാകുകയാണ്. ഫുട്ബോൾ ആവേശത്തെ വരവേറ്റുകൊണ്ട് MG അസോസിയേഷൻ സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ ദൃശ്യങ്ങളിലേക്ക്. നമ്മൾ ലോകകപ്പിനെ വരവേൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം ഫുട്ബോൾ ആരാധകരുള്ള ഒരു കലാമത്സരമാണ് അല്ലെങ്കിൽ കായിക മത്സരമാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അത് അങ്ങ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോളിന് ആരാധകരുള്ളത് കേരളത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരള എൻജിഒയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള പെനാൽറ്റി ഷൂട്ടൌട്ട് ഈ ലോകകപ്പ് മത്സരത്തിന്റെ പ്രചരണാർത്ഥം കേരള എൻജിഒ സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മത്സരം ഇന്നിവിടെ പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകകപ്പ് ആരെടുക്കുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിന്റെ നമ്മളൊരു ഫൈനലിലെത്തിയ ടീമുകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനൊരു അർജന്റീനിയൻ ആരാധകനാണ്. അർജന്റീന എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് എൻ്റെ മാത്രം ആഗ്രഹമാണ്. പലർക്കും ആ രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ആരെടുക്കുമെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ മത്സരത്തെ, ഈ കായിക മത്സരത്തെ അതിന്റെ അർത്ഥത്തെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള എൻജിഒ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് വേൾഡ് കപ്പ് നടക്കുന്ന എല്ലാ സമയങ്ങളിലും കേരള എൻജിഒ ഈ രീതിയിലുള്ള പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തിക്കൊണ്ട് ഇതിനൊരു പ്രചാരണം നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജീവനക്കാര് എപ്പോഴും ഓഫീസുകൾ ഇരുന്നു കൊണ്ട് മാത്രം പണിയെടുക്കുന്നവരല്ല. ഈ ഇങ്ങനത്തെ കായിക മത്സരങ്ങളും കായിക മത്സരങ്ങളിലും അതേ കലാമത്സരങ്ങളിലും കേരള എൻജിഒ ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നടത്താറുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് ഈ പരിപാടിയെ അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് പെരിന്തൽമണ്ണയിലെ ജീവനക്കാരും കേരള എൻജിഒനും ഏർപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമസ്കാരം. എല്ലാവരും കോപ്പില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാണ്. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ വരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദവരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, India's first and largest smartphone institute. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.